വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഇന്ന് നിഫ്റ്റി അനാലിസിസിൻ്റെ കണ്ടിന്യൂഷന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ പറ്റുന്നിടത്തോളം ഡെയിലി അനാലിസിസ് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആണെന്ന് അറിയുന്നത് നമുക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് കുറച്ചുകൂടി വേണം എന്നുള്ളത് ഞാൻ പറയാതെ വയ്യ. കാരണം നമ്മളെ വ്യൂവർഷിപ്പ് അത്ര പോരാ. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് എന്ന് ഞാൻ ആദ്യമായി തന്നെ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് പ്രൊഫഷണൽ ലെവലിലേക്കുള്ള റിസർച്ചാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അത്തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ്ലി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മളുടെ ആ ഗാമ ബ്ലാസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ഫസ്റ്റ് അല്ല, രണ്ടാമത്തെ എക്സ്പയറി ഡേ ആയിരുന്നു. അത് ഡെവലപ്പ് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ എക്സ്പയറി ഡേയിൽ ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നും എക്സ്പയറി ഡേയിൽ കൃത്യമായിട്ട് ഗാമ ബ്ലാസ്റ്റ് സംഭവിക്കുകയും ഭയങ്കരമായിട്ടുള്ള ഒരു റിട്ടേൺ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ആ ഒരു മാജിക് കാണിച്ചു തരുന്നുണ്ട്. ഓപ്ഷൻ സ്ട്രൈക്കിൽ വന്നിട്ടുള്ള എക്സ്പയറി ഡേയിലുള്ള ഗാമ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്കിൻ്റെ കേസിൽ ഓൾറെഡി നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ അത് ഉടൻ തന്നെ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ പബ്ലിഷിങ്ങിൻ്റെ പ്രൊസീജിയറിലാണുള്ളത്. സാറ്റർഡേ എനിക്ക് കൂടുതൽ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇരിക്കുവാണ് എന്നുള്ളതാണ്. അപ്പം സാറ്റർഡേ തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ട് എല്ലാവരിലേക്കും. അപ്പം അറ്റ് പ്രസൻറ്റ് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ഓൾറെഡി ഉള്ള ആളുകൾക്ക് അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് ഞാൻ പ്രൈസ് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ അത് ആർക്കെങ്കിലും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. എനിവേ വി ക്യാൻ ഗോ ടു ദ അനാലിസിസ്. ഓക്കെ. ഫസ്റ്റ് നിഫ്റ്റി അനാലിസിസ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഗാമ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ അടുത്തൊരാഴ്ചത്തേക്ക് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ, അത്യാവശ്യം നല്ല രീതിയിൽ മൊമെൻറ്റം ഉണ്ടാവുന്ന ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അനാലിസിസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മന്ത്ലി ബ്രേക്ക്ഔട്ടും വീക്ക്ലി ബ്രേക്ക്ഔട്ടും നിഫ്റ്റി 50 സ്റ്റോക്കുകളാണ് കാര്യമായിട്ട് നോക്കാറുള്ളത് എന്നുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് വളരെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഇതിൽ കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഈ ഗാമ ബ്ലാസ്റ്റിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ള ആ ഒരു ബ്ലാസ്റ്റിനെ കുറിച്ചും ഞാൻ കാണിക്കുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ. സോ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മിനിയാന്നും നമ്മൾ നിഫ്റ്റിയിൽ ഗാമ ബ്ലാസ്റ്റും ലിക്വിഡിറ്റിയും വെച്ചിട്ടാണ് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ടൂളുകളെല്ലാം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള ടൂളുകൾ അധികം ഡിപ്പെൻഡ് ചെയ്യാറില്ല. കാരണം അതിൽ കൂടുതലും ലാഗ്ഡ് ആയിട്ടുള്ള ടൂൾസാണ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സാണ്. അത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് ലാഗ്ഡ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും ഭയങ്കരമായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന EMA ആണെങ്കിലും സൂപ്പർ ട്രെൻഡ് ആണെങ്കിൽ പോലും എല്ലാം കുറേയൊക്കെ ലാഗ്ഡ് ആണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഉടൻ തന്നെ ഇടുന്നതാണ്. ഏതൊക്കെയാണ് എഫിക്കസി ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. ഓക്കെ. അപ്പോൾ ആ എഫിക്കസി ഒക്കെ ഇല്ലാത്തത് കാരണമാണ് നമ്മൾ പുതിയ റിസർച്ചുകൾ കൊണ്ടുവന്നിട്ട് ആ മാർക്കറ്റിന് അപ് ടു ഡേറ്റ് ആയിട്ട് ആവശ്യമുള്ള ടൂളുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ അത്തരം ടൂളുകൾ നമ്മൾ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് നമ്മളുടെ സമയത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് ഇൻഡിക്കേറ്റർ കോഡ് ചെയ്യുന്നതിനൊക്കെ ഡെവലപ്മെൻറ്റ് ടീമുകൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിനൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു പ്രീമിയം സർവീസ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക്. പിന്നെ നിങ്ങൾക്കറിയാം, ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു $50,000 ആണ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. സോ അതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ അല്ലാതെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടൂളുകൾ, നമ്മൾ ജനറലി അവൈലബിൾ ആക്കുന്ന ടൂളുകളും ഉണ്ട്. അതെല്ലാം തന്നെ നമ്മൾ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ട് അവൈലബിൾ ആക്കുന്നതാണ്. നിർഭാഗ്യവശാൽ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് തരാൻ പറ്റുമോ, ഇഷ്ടപ്പെടുന്നുണ്ട് ടൂൾ എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മൾ മാക്സിമം കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ റേറ്റ് കുറക്കുന്നതാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് ക്വാർട്ടർലി 1999 ആണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് തന്നെ വളരെ കുറവായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇവിടെ പലരും ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഞാനിവിടെ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ എത്തിക്സ് ആൻഡ് അതർ തിങ്സ്. എനിവേ, ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. സോ അത് ആവശ്യമുള്ള ആളുകൾക്ക് നമുക്ക് നേരത്തെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അതിൻ്റെ ട്യൂട്ടോറിയലും മറ്റ് കോഴ്സുകളും അല്ലെങ്കിൽ ലെക്ചേഴ്സൊക്കെ നമ്മൾ ഉടൻ തന്നെ അവൈലബിൾ ആക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ അനാലിസിസ്. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഈ ഒരു 2 വരകൾക്കിടയിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു 2 ലിമിറ്റിൻ്റെ ഇടയിലായിരിക്കും ഇന്ന് എക്സ്പയറി ചെയ്യാൻ സാധ്യത എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഗാമ ബ്ലാസ്റ്റ് ഇൻഡിക്കേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. സോ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ആ റെഡ് ലൈനിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. 25,168 എന്ന് പറയുന്ന ആ ഒരു ലൈനിലായിരുന്നു. മേലേക്ക് ഈ 25,266 എന്ന് പറഞ്ഞ ലൈനായിരുന്നു. അതിൻ്റെ അവിടെയാണ് ഓപ്പൺ ചെയ്തത്. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ, പക്ഷേ അത് ഫെയിലായി. അതിനുശേഷം ഈ ഒരു റേഞ്ച് തന്നെയായിരുന്നു അത് പ്ലേ ഔട്ട് ചെയ്തിട്ടുള്ളത്, നിഫ്റ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇന്ന് സെല്ലേഴ്സ് ഡേ ആണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്നുള്ളത്. കാരണം ഈ ഒരു റേഞ്ചിൽ കളിക്കുകയാണെങ്കിൽ തീറ്റ DK ഉണ്ടായിട്ടുണ്ടാവും. കോൾ ഓപ്ഷൻ എടുത്തിട്ടുള്ള ആളുകൾക്ക്
നമുക്കറിയാം കണിശമായിട്ടും അവർക്ക് ലോസ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പുട്ട് ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണി എടുത്തിട്ടുള്ള ആളുകൾക്കും നല്ല രീതിയിൽ ലോസ് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്, ബൈ ചെയ്ത ആളുകൾക്ക്. നേരെ മറിച്ച് സെൽ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, OTM സെൽ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കും ഇന്ന് അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഇന്നലെയും ഇന്നും സെല്ലേഴ്സ് ഡേ ആയിരുന്നു എന്ന് പറയാൻ കാരണം ഗാമയിൽ നമുക്കൊരു വലിയൊരു ബ്ലാസ്റ്റ് കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. സ്ട്രൈക്കിലാണെങ്കിലും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലാണെങ്കിലും ഒരു ബ്ലാസ്റ്റ് കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒരു എന്താ പറയുക സെല്ലേഴ്സ് ഡേ ആയിരുന്നു, അല്ലെങ്കിൽ തീറ്റ DK ഡേ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ അതേ ലെവലിൽ തന്നെ ഇന്നലെ നമ്മൾ ആ ഒരു ലൈൻ്റെ ഇടയിൽ തന്നെയാണ് എക്സ്പയർ ചെയ്തത്, ഇന്നും അതേ ലൈൻ്റെ ഇടയിലായിട്ടാണ് എക്സ്പയർ ചെയ്തത്. ഇനി നാളെ എന്താണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം നാളെ പുതിയൊരു എക്സ്പയറിയുടെ ഫസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ട്രെൻഡ് ഒന്നും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള പുതിയൊരു വര എന്ന് പറയുന്നത് ഇന്ന് വന്നിട്ടുള്ളൊരു ബ്ലാസ്റ്റ് ഇവിടെ ആയിരുന്നു, കണ്ടില്ലേ, ഇവിടെ ഒരു ബ്ലാസ്റ്റ് വന്നിട്ടുണ്ട്. സോ അതിനുശേഷം നല്ല രീതിയിലൊരു ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷമാണ് ഇന്ന് നല്ല രീതിയിലൊരു ഗാമ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നൊരു ചെറിയ ബ്ലാസ്റ്റ് സംഭവിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു സ്വിങ്ങിൻ്റെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വര നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് 25,167 വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ്. നമുക്കിനി ലിക്വിഡിറ്റി എന്താണെന്ന് പറയുന്നതെന്നും കൂടി നോക്കാം. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ മുൻതൂക്കം ബിയേഴ്സിനാണ്. ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുൻതൂക്കം ബിയേഴ്സിനാണ്. എസ്പെഷ്യലി നാളെ ഇതിന് താഴത്തേക്കാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 25,161 താഴേക്കാണ് നാളെ ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ലിക്വിഡിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി അല്ലേ, 25,100 അടുത്തേക്ക് ആ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഞാൻ ലിക്വിഡിറ്റി ഓപ്പൺ ചെയ്യുകയാണ്. ലിക്വിഡിറ്റി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു പർപ്പിൾ കളർ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉണ്ട്, അതായത് ഇവിടെയാണ് കിടക്കുന്നത്. സോ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് വരാനുള്ള സാധ്യത നാളെ ഉണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മളുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു ലെവലിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇതിന് താഴെയായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യത കൂടുതലാണ്, എസ്പെഷ്യലി ഗാമ ബ്ലാസ്റ്റ് കൂടി സംഭവിക്കുകയാണെങ്കിൽ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചാർട്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഇൻട്രാഡേ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രാഡേ ലെവൽ മാറ്റിയിട്ട് നമ്മൾ ഒരു സ്വിംഗ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴും ഇപ്പോൾ ഒരു ലിക്വിഡിറ്റിയിലാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോഴും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് 1 അവർ നോക്കുന്ന സമയത്ത്. ഓക്കെ, 1 ഡേ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് ബുള്ളിഷ്നെസ് ഉണ്ടോ, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് നോക്കുന്ന സമയത്ത് ബുള്ളിഷ്നെസ് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് മടുത്തു. ഈ ഒരു ഏരിയ, അതായത് ഇവിടെയാണ് നമ്മുടെ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും, ഈ ലിക്വിഡിറ്റിക്ക് താഴെയായിട്ട് മാർക്കറ്റ് പിന്നീട് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ആണ്. പ്രൈസ് ഡിസ്കവറി എന്ന് പറയുന്നത് മാർക്കറ്റ് ഫെയർ വാല്യൂ ഡിസ്കവർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വൺസ് ഇറ്റ് ഈസ് ഡിസ്കവേർഡ് അതിന് നല്ലൊരു ക്വസ്റ്റ്യൻ അത് മാർക്കറ്റ് കൊടുക്കും എന്നുള്ളതാണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ എത്ര ഫോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ സപ്പോർട്ട് എടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുവരെ നമുക്ക് നിഫ്റ്റി ലോങ് ടേമിലേക്ക് ബുള്ളിഷ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ലെവൽ, ഈ ഒരു ലിക്വിഡിറ്റി പൂൾ, അതായത് 24,700 മുതൽ 24,300 വരെയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അതിനും താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പാനിക് ആവേണ്ട അവസരം ഉള്ളൂ എന്നുള്ളതാണ്. അതുവരെ അല്ലാത്ത സ്റ്റോക്കുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം മിഡ് ക്യാപ്പ് ആണെങ്കിലും സ്മോൾ ക്യാപ്പ് ആണെങ്കിലൊക്കെ വലിയ ഡീസൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ബ്രേക്ക് ഔട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അപ്പം സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വാല്യുവേഷൻ കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇന്നലെ ജുബിലിയൻ ഇഗ്രേവിയ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്കാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 30% അടുത്ത് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിയറിങ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം എക്സ്പെൻസീവ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ POCL നമ്മൾ നേരത്തെ കൊടുത്ത സ്റ്റോക്കായിരുന്നു, ഡിസ്കസ് ചെയ്ത സ്റ്റോക്കായിരുന്നു. 37% അതിൽ വന്നിട്ടുള്ള റിട്ടേൺ വിത്തിൻ 1 മന്ത്, ഐ ഗസ് 1 or 2 months. എനിവേ അതും എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. എസ്പെഷ്യലി എന്താ പറയുക, ലോങ് ടേം അല്ല ഷോർട്ട് ടൈം ആയിട്ട് പ്ലേ ചെയ്യുന്ന ആളുകൾക്ക്, ലോങ് ടേം ഉള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാവും. എനിവേ, സോ അത്തരത്തിൽ നമ്മളത് ട്രാക്ക് ചെയ്യുന്ന കൂടിയുണ്ട്, എക്സ്പെൻസ് കൂടി അല്ലെങ്കിൽ വാല്യുവേഷൻ കൂടി അതിൻ്റെ കൂടെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ വാല്യുവേഷൻ. ടെക്നിക്കൽ വാല്യുവേഷനാണ് നമ്മൾ ലിക്വിഡിറ്റി ലെൻസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്നത്, അതായത് ഈ ഒരു ടൂൾ വെച്ചിട്ട് SMC ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഇതാണ് ഫണ്ടമെൻ്റൽ വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ വാല്യുവേഷനെ കുറിച്ച് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ലെൻസിനെ കുറിച്ച് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടൻ തന്നെ ഇടുന്നതാണ്. അതിൽ ഒരുപാട് സ്ട്രാറ്റജീസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് സ്ട്രാറ്റജി ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഏതെങ്കിലും നല്ലൊരു ബെസ്റ്റ് എഫിക്കസി ഉള്ള 2 സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ ഉടൻ തന്നെ, അത് കോഴ്സായിട്ടൊന്നുമല്ല, യൂട്യൂബിൽ തന്നെ ഫ്രീ വീഡിയോ ആയിട്ട് തന്നെ ഇടാനാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ അതാണ് പറഞ്ഞു വന്നത്. നിഫ്റ്റിയിൽ ലോങ് ടൈം ബുള്ളിഷ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇൻടാക്റ്റ് ആണ്, ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്ന സമയത്ത്
നമുക്കറിയാം മന്ത്ലി ബ്രേക്കൗട്ട് വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. കൈനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അത് കുറച്ച് നേരത്തെ ബ്രേക്കൗട്ട് ആയിരുന്ന സ്റ്റോക്കാണ്. അതിൻ്റെ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് അതിലൊരു ഗാമ ബ്ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നെ ഗാമ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ഇതിൻ്റെ അലേർട്ട് കൊടുക്കാനുള്ളൊരു സെറ്റപ്പ് കൂടി നമ്മുടെ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ടീമിനോട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇനി മുതൽ ആപ്പിലായിരിക്കും നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൻ്റെ സർവീസുകൾ വരിക. അതിനുള്ള പ്ലാനുകൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി. പിന്നെ നമ്മുടെ ലെക്ചേഴ്സ് താല്പര്യമുള്ള കുറേ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഗാമ ബ്ലാസ്റ്റിന് വേണ്ടിയിട്ട് ക്ലാസ് പ്ലസിൻ്റെ ടീം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സോ മേ ബി ആ ഒരു ലെക്ചർ അതിൽ അവൈലബിൾ ആയിരിക്കും ഉടൻ തന്നെ, ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ വിത്തിൻ 2 വീക്സ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ അലേർട്ട് വരുന്ന സമയത്ത്, അതായത് നമുക്കറിയാം ഇവിടെ അലേർട്ട് വരുന്നുണ്ട്, ഓരോ സ്റ്റോക്കിനെ പറ്റിയും ഇവിടെ അലേർട്ട് വരുന്നുണ്ട് ഓരോ സമയത്ത്. പക്ഷേ അത് ട്രേഡിംഗ് വ്യൂ പ്രീമിയം ഉള്ള ആളുകൾക്കാണ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് വ്യൂ പ്രീമിയം അഫോർഡബിൾ അല്ല, ഭയങ്കര ചാർജാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡിങ്ങിലൂടെ നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക്, എസ്പെഷ്യലി ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് മാറാനുള്ള പ്ലാൻ ഉണ്ട്. മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഈ ബ്ലാസ്റ്റ് എത്തിക്കുന്ന രീതിയിലുള്ളൊരു സർവീസ് കൂടി ഞാൻ അവരോട് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുവാണെങ്കിൽ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ഫോർ മൈ പ്രീമിയം മെമ്പേഴ്സ്. ബിക്കോസ് എപ്പോഴും എനിക്ക് ഇതിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ സമയം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ കണ്ടു എന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ചിലപ്പോൾ പലരും മാർക്കറ്റിൽ ആ ഒരു സമയം പാർട്ടിസിപ്പേറ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു ബ്ലാസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പം എൻട്രി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഈ ബ്ലാസ്റ്റിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് റിട്ടേൺ വരുന്നത്. അതായത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, മിനിഞ്ഞാന്ന് ഇവിടെ ബ്ലാസ്റ്റ് വന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു ബ്ലാസ്റ്റ് വന്നു. ആ ബ്ലാസ്റ്റിന് ശേഷം ഒരു വോളിയം ഡ്രൈ അപ്പും ഒരു എന്താ പറയുക മൊമെൻറ്റം കോൺട്രാക്ഷൻ അല്ലെങ്കിൽ പ്രൈസ് കോൺട്രാക്ഷൻ എന്ന് പറയും. പ്രൈസ് കോൺട്രാക്ഷൻ, പ്രൈസ് എക്സ്പാൻഷൻ ആണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്. ആ കോൺട്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം പ്രൈസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ തന്നെ ആ ഒരു എക്സ്പാൻഷൻ നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതെല്ലാ ഗാമ ബ്ലാസ്റ്റിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ മറ്റൊരു കേസ് നോക്കുകയാണെങ്കിൽ നവകാർ കോർപ്പറേഷനാണ് വന്നിട്ടുള്ളത്. അതും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ബ്ലാസ്റ്റിനെ കുറിച്ച്. അത് നമുക്ക് പോകെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നീട് വന്നിട്ടുള്ളത് തോമസ് കോട്ടാണ്. പിന്നെ അരവിന്ദ് ഫാഷൻ വന്നിട്ടുണ്ട്, ട്രാൻസ് സ്റ്റീൽ വന്നിട്ടുണ്ട്, തെർമാക്സ് വന്നിട്ടുണ്ട്, ജാഷ് വന്നിട്ടുണ്ട്. ജാഷ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്, അത് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരാഗ് മിൽക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ട്. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻടാക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത്തരത്തിലുള്ളതാണ്. സൈഡസ് വെൽനസ്സും നമ്മൾ പറയുന്ന സ്റ്റോക്കാണ്, അത് ലോങ് ടൈമിലേക്ക് പറഞ്ഞ സ്റ്റോക്കാണ്. ഗാമ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്, സോ വലിയ പ്രോബ്ലം അല്ലാതെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഗോൾഡിയാം ഐ തിങ്ക് ഫ്രഷ്ലി ഒരു ഗാമ ബ്ലാസ്റ്റ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ ആയിരുന്നു ആദ്യം ബ്ലാസ്റ്റ് ആയത്, അത് ഇവിടെ ബ്രേക്ക് ആയില്ല, ആ ഹൈ ബ്രേക്ക് ആയില്ല. പിന്നീട് ഇവിടെയാണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്, അതും ബ്രേക്ക് ആയില്ല. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫോം ചെയ്തിരുന്നത് ഇവിടെയാണ്. ആ ഒരു ബ്ലാസ്റ്റ് ഇന്ന് ടേക്ക് ഔട്ട് ചെയ്തോടുകൂടി അവിടെ നല്ല രീതിയിലൊരു മൊമെൻറ്റം ഇന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്, ഉണ്ടല്ലേ? നല്ല രീതിയിൽ അതിനുശേഷം വന്നിട്ടുള്ള മൊമെൻറ്റമാണിത്, 7% എന്ന് പറയുന്നത്. അതിനി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിബൊനാച്ചി എടുക്കുന്ന ആളുകൾക്ക് ഇവിടുന്ന് ഒരു ഫിബൊനാച്ചി വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ടാർഗറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം 1.618 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് പല മെത്തേഡുകളുണ്ട്. അത് ഫിബൊനാച്ചി പഠിക്കാത്ത ആളുകൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ എളുപ്പമാണെന്നുള്ളതാണ്. കാരണം ഫ്രഷ് ബ്രേക്ക്ഔട്ടിന് നമുക്ക് ഫിബൊനാച്ചി വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടും എടുക്കാം, അതുപോലെ കഴിഞ്ഞ സ്വിങ്ങിലേക്ക് നീട്ടി വരച്ചിട്ട് അങ്ങനെ എടുക്കാം. അതിന് പല മെത്തേഡുകളുണ്ട്. നമ്മൾ ഫിബൊനാച്ചിയുടെ ഒരു മൊഡ്യൂളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ മന്ത്ലി ബ്രേക്ക്ഔട്ടിൽ വന്നിട്ടുള്ള സ്റ്റോക്കുകൾ. വീക്കിലി ബ്രേക്ക്ഔട്ടിൽ വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ക്യൂ പവർ ആണ്, അതുപോലെ ടൈം ടെക്നോപ്ലാസ്റ്റ്, പ്രസ്റ്റീജ് ഒക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. നസാര ടെക്നോളജീസ്, അഷാപൂർ നമ്മൾ ട്രെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. നേരത്തെ ബ്ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? സെക്കൻഡ് ബ്ലാസ്റ്റ് ഇവിടെ നിന്നാണ് വന്നത്, നേരത്തെ ബ്ലാസ്റ്റ് ആയ സ്റ്റോക്കാണ്. അവിടുന്ന് ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ നിന്നാണ് പിന്നെ ബ്ലാസ്റ്റ് ചെയ്തിരുന്നത്. ആ ബ്ലാസ്റ്റ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഇത് ട്രെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു പ്രോബ്ലം അതിൽ വന്നിട്ടില്ല. സിർമ എന്ന് പറയുന്നതാണ് വളരെയധികം, നിങ്ങൾക്ക് സിർമ നോക്കൂ, കണ്ടിന്യൂസ്ലി ബ്ലാസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്ന സ്റ്റോക്കാണ്. അതിലൊരു ബിയറിഷ്നെസ്സും ഇതുവരെ വന്നിട്ടില്ല. ഒരു വളരെ മാജിക്കലി നിങ്ങൾക്ക് നോക്കിയാൽ വേണം. ഇവിടെയാണ് അവസാനം ബിയറിഷ് ബ്ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ഗാമ ബ്ലാസ്റ്റ് വന്നു, വീണ്ടും ഒരു ബ്ലാസ്റ്റ് വന്ന് അതിന് ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ടവറിംഗ് ആണ്. ഈ ബ്ലാസ്റ്റുകൾ ഇങ്ങനെ ഗാമ ബ്ലാസ്റ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് അത്തരം സ്റ്റോക്കുകളുണ്ട്, അത് നമുക്ക് വളരെ ധൈര്യം തരും. കാരണം നമുക്ക് എക്സിറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളതും നമുക്ക് ഈ ഒരൊറ്റ ടൂൾ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്ക് ആയിട്ടുണ്ടാണ് 1 വീക്കിലെങ്ങാനും. യെസ്.
സിർമ നമ്മൾ ട്രാക്ക് ചെയ്ത സ്റ്റോക്ക് ആയിരുന്നു ഉണ്ടല്ലേ, നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് 1 വീക്ക് ടൈം ഫ്രെയിമിൽ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൾസോ 1 വീക്കിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിലൊരു ബുള്ളിഷ്നെസ് അത് കാണിക്കുന്നുണ്ട്. ജെ കെ ടയറും നമ്മൾ ഇതേപോലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങളുള്ളത് എന്നുള്ളതാണ്. നമുക്കിനി നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകൾ നോക്കാം. ജെ കെ ടയർ നമ്മൾ ടാർഗറ്റ് അടിക്കാറായിട്ടുണ്ട്. നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്ക് സൊനാകോംസ് ആണ്, തെർമാക്സ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. സൊനാകോംസ് നമുക്ക് രാവിലെ തന്നെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. തെർമാക്സ് നമുക്ക് 5 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കറക്റ്റായിട്ട് വരും അല്ലേ, കണ്ടല്ലേ, രാവിലെ തന്നെ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. മുൻപ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ ബ്ലാസ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ആയിരുന്നു. ഓക്കെ, അപ്പം എപ്പോഴും ഫസ്റ്റ് ബ്ലാസ്റ്റിന് നമ്മൾ അപ്പം തന്നെ എടുക്കരുത്. ആ ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു കോൺട്രാക്ഷൻ വരും. ആ കോൺട്രാക്ഷൻ എപ്പോഴാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ കോൺട്രാക്ഷൻ എപ്പോഴാണോ ടേക്ക് ഔട്ട് ചെയ്യുന്നത്, അപ്പോഴാണ് ബ്രേക്ക് ഔട്ട് ആവുക അല്ലെങ്കിൽ മൊമെൻറ്റം വരിക എന്നുള്ളതാണ്. ഇവിടെയാണ് ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള സ്പൈക്ക് ഉണ്ടായിരുന്നത്, കണ്ടില്ലേ, ആ സ്പൈക്ക് അതിനുശേഷം സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്, ഇവിടെ സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ ഉണ്ടായ സ്പൈക്കാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമ ബ്ലാസ്റ്റ് നമുക്ക് ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക അടുത്ത 2 ദിവസത്തേക്ക്. അതിൽ എവിടെയെങ്കിലും ഒരു സ്പൈക്ക് വരികയും ആ സ്പൈക്കിനെ ടേക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് എൻട്രി എടുക്കുക എന്നുള്ളതാണ്. മൊമെൻറ്റം പെട്ടെന്നായിരിക്കും. അപ്പോൾ 1, 2, 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റ് അടിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇന്നലെ ഈ ഒരു സംഭവം, ഇപ്പം ഞാനിത് നീട്ടി വലിച്ച് പറയല്ല, ഇതിലൂടെ നിങ്ങൾക്ക് നോളജ് കൂടി ഞാൻ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ബ്ലാസ്റ്റുകളും പ്രൈസ് ആക്ഷനും പ്രൈസ് ഡിസ്കവറി മെക്കാനിസവും മാർക്കറ്റ് ലിക്വിഡിറ്റി ഒക്കെ നടക്കുന്നത് എന്നുള്ളത് വളരെ ഫ്രീ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ ലെങ്ത് കൂടി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ആവണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ വാല്യൂ അഡീഷൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ഏരിയ നമുക്ക് ടേക്ക് ഔട്ട് ചെയ്ത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ, അതായത് 9.25 9.30 എന്ന് പറയുന്ന ഈ ക്യാൻഡിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ലാഗ്ഡ് അല്ല എന്ന് പറയാൻ കാരണം പല ആൾക്കാരും പറയും ലാഗ്ഡ് അല്ല ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാഗ്ഡ് ആയിട്ടുള്ള പോലെയാണ് കാണാറുള്ളത്. പക്ഷേ ഇത് ലാഗ്ഡ് അല്ല എന്ന് പറയാൻ കാരണം ഇത് പ്രവർത്തിക്കുന്നത് പ്രൈസ് ആക്ഷനിലൂടെയാണ്. അതായത് പ്രൈസ് ആക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ക്യാൻഡിലിനെ ബേസ് ചെയ്ത് നടക്കുന്ന സംഗതികൾക്കൊന്നും അധികം ലാഗ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ്, അല്ലെങ്കിൽ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇൻഡിക്കേഷൻ വരുന്നത്. അതിൽ നമ്മൾ ലാഗിന് ചെയ്യേണ്ട മറ്റു കാര്യങ്ങളൊന്നും അതിലേക്ക് കോഡിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ലിക്വിഡിറ്റിയാണ് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷനുമാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. പ്രൈസ് ഡിസ്കവറി ലിക്വിഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മിനിഞ്ഞാന്നിട്ട വീഡിയോയിലാണ് ഞാൻ അതിനെ കുറേ ഇക്വേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സൊനാകോംസിൻ്റെ കേസിൽ രാവിലെ തന്നെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. തെർമാക്സ് ആണെങ്കിലും ഇത് ഇന്നത്തെ ദിവസം ജൂലൈ 17 ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് അരവിന്ദ് ഫാഷനാണ് ബ്ലാസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഏറ്റവും രാവിലത്തേക്ക് പോകാം. കാരണം അത് ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ അലേർട്ട് സിസ്റ്റം ഉണ്ടാവും. നമ്മളെപ്പോഴും അലേർട്ട് സിസ്റ്റത്തിലൂടെയാണ് നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ലാഗ്ഡ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് നമ്മളെ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അലേർട്ട് സിസ്റ്റത്തിലേക്ക് തന്നെ വരുന്നത്. അലേർട്ട് സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് യു ക്യാൻ സി സൊനാകോംസ് 9:29 തന്നെ ബ്ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് സമയം കാണിക്കുന്നത്, കണ്ടല്ലേ, 9:29 ആ മെസ്സേജ് വന്നിട്ടുള്ളത്, കണ്ടല്ലേ. സൊനാകോംസ് അപ്പോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വന്നിട്ടുള്ളത് ഏതായിരുന്നു, തെർമാക്സ് 9:30 ഉണ്ടല്ലേ, 9:30 തെർമാക്സും വന്നിട്ടുണ്ട്. ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ടൈം ഇവിടെ കാണിക്കും, കണ്ടല്ലേ. ആ ഒരു സമയത്ത് രാവിലെ തന്നെ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. തെർമാക്സിൻ്റെ കേസിലാണെങ്കിലും കണ്ടല്ലേ, ഈ ഒരു ദിവസം രാവിലെ നമുക്കത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അത് പലർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇൻട്രാഡേ എടുക്കുകയാണെങ്കിലും സ്വിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും യൂസ്ഫുൾ ആകുന്നത് അതുകൊണ്ടാണ്. കറക്റ്റ് ടൈമിന് ബ്ലാസ്റ്റ് ഇവിടെ കാണിക്കും എന്നുള്ളതാണ്. സോ അപ്പം നമ്മൾ നിഫ്റ്റി 50യിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊനാകോംസ്, തെർമാക്സ്, അലോഗ് ഇൻഡസ്ട്രീസ്, പവർ ഇന്ത്യയിലും ഒരു ബ്ലാസ്റ്റ് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഓക്കെ, കോൺകോഡ് ബയോ പുതിയതായിട്ടൊരു ബ്ലാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ടാർഗറ്റ് കൊടുത്തിട്ടുള്ള സ്റ്റോക്കാണ് എന്നുള്ളതാണ് കോൺകോഡ് ബയോ. ഓക്കെ, മിനിഞ്ഞാന്നാണ് പറഞ്ഞത്. കാരണം മിനിഞ്ഞാന്ന് പറയാൻ കാരണമുണ്ട്, കണ്ടല്ലേ, ഇവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സ്പൈക്ക് എടുത്ത് മീൻസ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ആ ഒരു ഡിസ്കഷൻ വന്നത്. മിനിഞ്ഞാന്നല്ല, കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഒരു 6 ഡേയ്സ് കൊണ്ട് തന്നെ നമുക്കൊരു 7% അടുത്ത് അത് റിട്ടേൺ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്നാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ 1 മന്ത് 2 മന്തിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം 10 to 20% എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ഇനി കൂടുതൽ ബിസി ആവാൻ പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. അല്ലാത്ത റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ ബിസി ആവാൻ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇതിൽ സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല. അപ്പം എൻ്റെ ഒരു ഇൻറ്റൻഷൻ ഇതിൻ്റെ പിന്നിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ഒരു ഗാമ ബ്ലാസ്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ലിക്വിഡിറ്റി, പ്രൈസ് ഡിസ്കവറി മെക്കാനിസം, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി,
അതുപോലെ തന്നെ ഗാമ ബ്ലാസ്റ്റ് ഇൻഡിക്കേഷൻ ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു ടവർ എന്ന് പറയുന്നത് വെറുതെ പൊങ്ങുന്നതല്ല. അത് പൊങ്ങാൻ ഒരുപാട് അതിൻ്റെ ഉള്ളിൽ കുറേ കോമ്പോസിഷൻസ് ആക്റ്റീവ് ആവേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ആസ് ബിഗിനേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളോ അല്ലെങ്കിൽ ഏത് ആൾക്കാർക്കും, ബിഗിനേഴ്സിനാണെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും പ്രൊഫഷണൽസിനാണെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ആ ഒരു സ്വിങ് ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അത്രയും സിംപ്ലിസിറ്റിയിൽ നമ്മളിത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. സോ എങ്ങനെയായാലും ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആയി മാറും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇനി ഞാൻ ആദ്യം പറഞ്ഞത് പോലെ എന്താണ് ഇതേ സിസ്റ്റം നമുക്കറിയാലോ. അപ്പോൾ ഒരു ബ്ലാസ്റ്റ് വന്നു, ആ ബ്ലാസ്റ്റിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ഒരു സ്പൈക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗാമ ബ്ലാസ്റ്റ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അത് ഇന്ന് നമ്മളുടെ ഒരു എന്താ പറയുക നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കറക്റ്റ് സമയത്ത് അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി നിഫ്റ്റിയിൽ അതൊന്ന് എടുത്താലോ എന്ന്. ഞാൻ എൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓപ്ഷൻസ് എടുക്കാറില്ല. പക്ഷേ എടുക്കുന്ന ആളുകൾക്ക് വളരെ നന്നായിരിക്കും എന്ന് തോന്നി, എസ്പെഷ്യലി എക്സ്പയറി ഡേയ്സിൽ. ഞാൻ എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഇന്ന് ത്രൂ ഔട്ട് മാർക്കറ്റ് ഞാൻ നിരീക്ഷിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. പുട്ട് ഓപ്ഷനിലാണ് ഞാനിത് ഡെവലപ്പ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാമ ബ്ലാസ്റ്റ് എന്താ പറയുക സ്കാൽപ്പേഴ്സിന് വേണ്ടിയിട്ട് ബെസ്റ്റ് സാധനമാണെന്നുള്ളത്. 30 സെക്കൻഡിനാണ് ഉണ്ടാവുക എന്നുള്ളത്. സോ ഈ ഒരു സമയത്താണ് ആദ്യം നമുക്കൊരു ബ്ലാസ്റ്റ് ഇവിടെ കാണിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. 30 സെക്കൻഡിന് കുറച്ച് സമയം എനിക്ക് ഇരിക്കേണ്ടി വന്നു. ആദ്യത്തെ സ്പൈക്ക് ഇവിടെ വന്നു, അത് ബ്രേക്ക് ആയില്ല. പിന്നെ ഒരു ബിയറിഷ് സ്പൈക്ക് ഇവിടെ വന്നു. അത് ഞാൻ മൈൻഡ് ചെയ്യില്ല, കാരണം ഇതിന് താഴത്തേക്ക് വന്നാലാണ് ബിയറിഷ്നെസ് നോക്കേണ്ടതുള്ളൂ. പിന്നീട് ഒരു സ്പൈക്ക് പിന്നെ എവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് പിന്നെ ഒരു സ്പൈക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പൈക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി ഓക്കെ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ബ്ലാസ്റ്റ്. കാരണം ഈ സ്പൈക്കിന് ഇവിടെ എടുത്തു കഴിഞ്ഞു, കണ്ടല്ലോ, ഇവിടുന്ന് ബ്രേക്ക് ആയി. ആ ബ്രേക്ക് ആയതിനു ശേഷം വന്നിട്ടുള്ളതാണ് ഈ ഒരു ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാനൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 263% അത് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ടൂളിൽ വളരെ കോൺഫിഡൻസ് കൂടിയത്, അല്ലെങ്കിൽ കൂടുതൽ റിസർച്ച് അതിനെ ചെയ്യാൻ വേണ്ടി. 54 മിനിറ്റിലാണ് കേട്ടോ 267% വന്നത്. അപ്പം ഈ ഗാമ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം ഇതിലും നടക്കുന്നതാണ്, ഓപ്ഷനിലും നടക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എസ്പെഷ്യലി എക്സ്പയറി ഡേയ്സിൽ നടക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ വീക്കിലും നടന്നു, ഈ വീക്കിലും നടന്നു, അടുത്ത വീക്കിലും ഞാൻ വളരെ ക്യൂരിയസ് ആണ്. നടന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തന്നെ വിചാരിക്കുന്നുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഇതിപ്പോൾ ഓൾറെഡി സ്റ്റോക്കിൻ്റെ കേസിൽ വളരെ നല്ലതാണ്. സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കണ്ടിന്യൂ ദ സബ്സ്ക്രിപ്ഷൻ ആണോ. എനിവേ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ബൈ supporting us and all. So see you tomorrow with another good analysis, and bye bye.